വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ CA സഹദേവൻ ആരോടോ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോൺസ്റ്റബിൾ അയ്യപ്പൻ വന്ന് സാറെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ഇടോ, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് താൻ കണ്ടില്ലേ? ആരുടെ അമ്മയുടെ 16 അടിയന്തരത്തിനാണ് താൻ എന്നെ വിളിക്കുന്നത്? ഇനിയിപ്പോൾ ഏത് വലിയ തമ്പുരാട്ടി വന്നാലും അവിടെ ഇരിക്കാൻ പറയും, എൻ്റെ സൗകര്യത്തിനനുസരിച്ചേ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അയ്യപ്പൻ നായരെ മടക്കി അയക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഫോണിലങ്ങ് സംസാരിക്കുകയാണ് സഹദേവൻ. അന്നേരം പിറകിൽ നിന്നും ശ്രീരഞ്ജിനി വന്ന് സഹദേവൻ്റെ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങുകയാണ്. അന്നേരം എടോ താൻ എന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഞെട്ടിത്തിരിയുമ്പോൾ ശ്രീരഞ്ജിനിയെ കണ്ട് വല്ലാതെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് സഹദേവൻ. തുടർന്ന് CAയുടെ ഫോൺ വാങ്ങിയിട്ട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട് സഹദേവൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ആ കോൾ അങ്ങ് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഞാൻ ശ്രീരഞ്ജിനി IPS അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനി പരിചയപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ടേബിളിലിരുന്ന തൊപ്പിയൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് യെസ് മാഡം എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഇനി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സഹദേവൻ്റെ ചെയറിലേക്ക് ശ്രീരഞ്ജിനി ഇരിക്കുകയാണ്. തുടർന്ന് എന്താണ് പ്രശ്നമെന്ന് സഹദേവൻ ചോദിക്കുകയാണ് മാഡം ഇങ്ങോട്ട് വരാനായിട്ട്. അന്നേരം പ്രശ്നം ഉണ്ടാക്കാനല്ല, പ്രശ്നം പരിഹരിക്കാനാണ് പോലീസ്. പിന്നെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഒരു വീട്ടിൽ നിന്നും 2 പേരെ 2 കേസുകളിലായിട്ട് താൻ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടല്ലോ, ഒരമ്മയെയും മകനെയും. അന്നേരം അതിന് തെളിവുകളൊക്കെ ഉണ്ട്, പരാതി കിട്ടിയിട്ട് തന്നെയാണ് കേസെടുത്തതെന്ന് പറയുന്നുണ്ടോ? ശരി, ആയിക്കോട്ടെ. എങ്കിൽ പിന്നെ എന്താണ് കോടതിയിൽ ഹാജരാകാത്തത്? 24 hours സമയമുണ്ടായിരുന്നല്ലോ, അവരെല്ലാവരെയും വിളിക്കുക എന്ന് പറയുകയാണ്. അന്നേരം പരാതി കൊടുത്തവരും വേണം എന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കോൺസ്റ്റബിൾ അയ്യപ്പനും അങ്ങോട്ട് വന്ന് ശ്രീരഞ്ജിനെ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അന്നേരം ഒന്ന് ഏറ് കണ്ടിട്ട് കോൺസ്റ്റബിളിനെ സഹദേവൻ നോക്കുന്നുണ്ട്. തുടർന്ന് കോൺസ്റ്റബിളിനോട് അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ, അവരെല്ലാവരും പുറത്തുണ്ടെന്നും പറഞ്ഞ് അയ്യപ്പൻ നായരെ പറഞ്ഞു വിടുകയാണ് CA. ഇതിനിടയ്ക്ക് സഹദേവനോട് താൻ പ്രതികാര ബുദ്ധിയോടെ കൂടിയല്ലേ അവരെ അറസ്റ്റ് ചെയ്തത്, പിന്നെ താൻ ഇതിനു മുമ്പ് ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, ASI ആയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് പോയതല്ലേ എന്നും ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് സത്യസന്ധമാരായി ജോലി ചെയ്യുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് സഹദേവൻ അങ്ങ് പറയുകയാണ്. അന്നേരം പണക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്നതല്ലേ തൻ്റെ പരിപാടി, അതിപ്പോൾ സത്യസന്ധമായ ജോലിയല്ലല്ലോ എന്നും പറഞ്ഞ് തിരിച്ചും ശ്രീരഞ്ജിനി കളിയാക്കുന്നുണ്ട്. തുടർന്ന് വസുമതിയും സത്യഭാമയും വിഷ്ണുവിനെയും ഒക്കെ ശ്രീരഞ്ജിനിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേസമയം വിഷ്ണുവിൻ്റെ കയ്യിലെ വിലങ്ങ് ശ്രദ്ധിച്ചിട്ട് ഇതെന്താ സ്റ്റേഷനകത്തും വിലങ്ങോ? ഇത്ര മനോഹരമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും കേരള പോലീസിനുണ്ടോ സഹദേവ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം ഇവൻ അല്പം അപകടകാരിയാണെന്ന് വിഷ്ണു പറയുന്നു. അന്നേരം ശ്രീരഞ്ജിനി സഹദേവന് നേരെ ഷൗട്ട് ചെയ്യുകയാണ്, ഒരു സെല്ലും 9 തോക്കും 18 പോലീസുകാരുമുണ്ടല്ലോ, പിന്നെയും താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? യൂണിഫോം ഊരി വെച്ചിട്ട് ക്ഷൗരം ചെയ്യാൻ പോടോ എന്നും പറഞ്ഞ് വല്ലാതെ അങ്ങ് തട്ടിക്കയറുകയാണ്. ദേഷ്യപ്പെടുത്ത് വഴക്ക് പറയുകയാണ് സഹദേവനെ ശ്രീരഞ്ജിനി. അതിൽ നന്നായിട്ട് സഹദേവൻ പേടിക്കുന്നുമുണ്ട്. തുടർന്ന് കോൺസ്റ്റബിൾ വിഷ്ണുവിൻ്റെ കയ്യിലെ വിലങ്ങ് അഴിക്കുന്നുണ്ട്. തുടർന്ന് കോൺസ്റ്റബിൾ അയ്യപ്പൻ ശ്രീരഞ്ജിനിയോട് പറയുന്നുണ്ട്, വിഷ്ണു ആശാൻ വന്ന് കയറിയപ്പോഴേ ഇവിടെ നടയടി തുടങ്ങി, പക്ഷേ സഹദേവൻ സാറല്ല അടിച്ചത്, വിഷ്ണു ആശാനാണ് അടിച്ചത് സഹദേവൻ സാറിനെ എന്ന്. അന്നേരം അതൊരു അപമാനമായിട്ട് കണക്കാക്കിയേ ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ചുമ്മാ പറയുന്നതാണ് എന്ന് സഹദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, അപ്പോൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത് മുതൽ ഒരു കുഴപ്പവുമില്ലല്ലേ? തന്നോടും എല്ലാവരോടും മാന്യമായിട്ടാണ് വിഷ്ണു പെരുമാറിയത് അല്ലേ എന്ന് സഹദേവനോട് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ മറ്റു വഴിയൊന്നുമില്ലാതെ ഒരു കുഴപ്പവുമില്ല, സഹകരിക്കുകയായിരുന്നു എന്ന് സഹദേവൻ അങ്ങ് മറുപടി പറയുന്നുണ്ട്. അത് വിഷ്ണു അടിച്ചു എന്ന് പറയുന്നത് സഹദേവനൊരു നാണക്കേടായിട്ട് തോന്നുന്നത് കൊണ്ടാവാം വിഷ്ണുവിന് അനുകൂലമായിട്ട് സഹദേവൻ സംസാരിക്കുന്നത്. അതേസമയം വിഷ്ണുവാണ് സഹദേവനെ അടിച്ചു എന്ന് പറയുമ്പോൾ നന്നായിട്ട് അങ്ങ് ചിരിക്കുന്നുണ്ട് സത്യഭാമ. തുടർന്ന് വിഷ്ണുവിനെതിരെയുള്ള കേസ് എന്താണെന്ന് തിരക്കുമ്പോൾ വസുമതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ സ്ത്രീയെ വീട് കയറി ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് സഹദേവൻ പറയുകയാണ്. അന്നേരം രാത്രിയാണോ പകലാണോ എന്നൊക്കെ ശ്രീരഞ്ജിനി തിരക്കുന്നുണ്ട്. അന്നേരം പകലാണ് എന്ന് പറയുമ്പോൾ തുടർന്ന് നിങ്ങളുടെ വീട്ടിൽ അന്നേരം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നും തിരക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പിന്നെ ഇവൻ്റെ ഭാര്യ ശാലിനിയും ഉണ്ടായിരുന്നു എന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം അവരെല്ലാവരെയും അകത്തേക്ക് വിളിക്കാനായിട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്. ഇതേസമയം സഹദേവനോട് ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, ആക്രമിക്കുമ്പോൾ ഇയാളുടെ ഭാര്യ ശാലിനിയും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ശാലിനി എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ശാലിനിയും കൂട്ടുപ്രതിയല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച തന്നെയാണ്, ഇത് മർഡർ കേസാണ് എന്ന് പറഞ്ഞ് ഒരുപാട് നിയമവശങ്ങളൊക്കെ ശ്രീരഞ്ജിനി സഹദേവനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ചെറുതായിട്ടൊന്ന് നോക്കുന്നുണ്ട്, ഇനി ശാലിനിയെ കൂടി അറസ്റ്റ് ചെയ്യാനാണോ ശ്രീരഞ്ജിനി പറയുന്നതെന്ന്. പക്ഷെ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുകയാണ് വിഷ്ണു. ഈ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരെയും കൊണ്ട് കോൺസ്റ്റബിൾ വരുന്നുണ്ട്, അർജുനും ശാലിനിയും പ്രീതിയും ബാക്കി എല്ലാവരും.
തുടർന്ന് വസുമതിയെ ചോദ്യം ചെയ്യുകയാണ് ശ്രീരഞ്ജിനി. നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ വരുന്ന സമയത്തില്ലായിരുന്നു, പിന്നെ ജീപ്പിലോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്ന് വസുമതി പറയുമ്പോൾ ശ്രീരഞ്ജിനി ദേഷ്യപ്പെടുകയാണ്. ഇവരെ വീട്ടിലെ തേങ്ങ പൊതിക്കുന്ന പാരയോ തെങ്ങിക്കയറുന്ന മെഷീനോ ഒന്നും ഉണ്ടായിരുന്നോ എന്നല്ല ഞാൻ ചോദിച്ചത്, വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ്. അന്നേരം അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ എന്ന് വസുമതി പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവുമായിട്ടുള്ള ബന്ധമൊക്കെ വസുമതിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനൊക്കെ മറുപടി ചിത്ര പറയുന്നുണ്ട്. അന്നേരം പ്രീതി ആരാണെന്ന് തിരക്കുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശ്രീരഞ്ജിനി പ്രീതിയോട് ചോദിക്കുകയാണ്. അന്നേരം പ്രീതി പറയുന്നുണ്ട്, സത്യത്തിൽ വിഷ്ണുവേട്ടൻ അമ്മയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ വന്നതെന്ന്. ഞങ്ങൾ എല്ലാവരും കൂടി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് രക്ഷപ്പെടാനായത് എന്ന് പ്രീതി പറയുമ്പോൾ ആ പ്രീതിയുടെ മറുപടിയിൽ എല്ലാവരും ഒന്ന് അന്തിച്ചു നിൽക്കുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവും അർജുനും സത്യഭാമയും ഒക്കെ. അന്നേരം പ്രീതി എന്ന് പേരെടുത്ത് വിഷ്ണു വിളിക്കുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, സ്വന്തം സഹോദരനെതിരെയാണ് സാക്ഷി പറയുന്നത്, അങ്ങനെ വല്ല ബോധ്യമുണ്ടോ എന്ന്. അന്നേരം ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് മാഡം എന്ന് ഉറച്ചു തന്നെ പ്രീതി നിൽക്കുകയാണ്. തുടർന്ന് വസുമതിയോട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ പരാതിക്കാരി തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാട്ടെ എന്ന്. അന്നേരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ഒരു പേപ്പെട്ടിയെ പോലെ ഇവൻ എന്നെ ആക്രമിക്കുകയായിരിക്കും എന്ന് വസുമതി പറയുമ്പോൾ ഉപമയും ഉൽപ്രേക്ഷയും അലങ്കാരവും ഒന്നും ഇവിടെ വേണ്ട, സംഭവിച്ച കാര്യങ്ങൾ മാത്രം വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി എന്ന് ശ്രീരഞ്ജിനി താക്കീത് നൽകുകയാണ് വസുമതിക്ക്. തുടർന്ന് ബാക്കി വിവരങ്ങൾ ചിത്ര പറയുകയായിരുന്നു. പ്രീതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കിടക്കുകയായിരുന്നു, അങ്ങനെ കാണാൻ കൊണ്ടുപോകാനാണ് ഇവർ വന്നതെന്ന്. അന്നേരം ഇതല്ലേ പ്രീതിയുടെ അമ്മ സത്യഭാമ എന്ന് പറഞ്ഞിട്ട് സഹദേവനോട് ചോദിക്കുകയാണ്, സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, ഒരു ഡോക്ടറെ കൊണ്ട് ഇവരുടെ ആരോഗ്യാവസ്ഥ പരിശോധിച്ചോ, നിങ്ങൾ നിയമത്തിനെതിരായിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിന് വലിയ ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ നിയമവശങ്ങളും അതിൻ്റെ പരിധികളുമൊക്കെ ശ്രീരഞ്ജിനി സഹദേവനോട് പറയുന്നുണ്ട്. നിയമവശങ്ങളൊക്കെ സഹദേവൻ അറിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് മാഡം എന്ന് പറഞ്ഞ് തല ഉന്നിച്ച് നിൽക്കുകയാണ് സഹദേവൻ. തുടർന്ന് ഇങ്ങോട്ടിരിക്കണം സത്യാമ്മയെന്നും പറഞ്ഞ് കസേരയിട്ട് കൊടുക്കുകയാണ് ശ്രീരഞ്ജിനി സത്യഭാമയ്ക്ക്. അന്നേരം അവിടെ സത്യഭാമ മാത്രം ഇരിക്കുകയും സഹദേവൻ ഉൾപ്പെടെ ശ്രീരഞ്ജിനിയും ഉൾപ്പെടെ ബാക്കി എല്ലാവരും നിൽക്കുകയാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ എനിക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ് മാഡം എന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം ഇവിടെ അടുത്ത ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ ഉണ്ടെന്ന് അതേ നാണയത്തിൽ കളിയാക്കി തിരിച്ചു പറയുകയാണ് ശ്രീരഞ്ജിനി. തുടർന്ന് ബാക്കി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അല്ല വസുമതിയോട് ആദ്യം ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സ്ട്രോക്ക് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ പ്രീതി ഇവരെ കൂടെ വിട്ടില്ലേ എന്ന്. അന്നേരം അവർ മനഃപൂർവ്വം വിടാഞ്ഞതല്ല, ഞാൻ അവരുടെ കൂടെ പോകാഞ്ഞതാണ്, അത് വ്യക്തിപരമായ കാര്യമാണ്, എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് പ്രീതി പറയുകയാണ്. പിന്നെ ഇവർ സമ്മതിച്ചാലും ഞാൻ കൂടെ പോകില്ലായിരുന്നു, പിന്നെ അതനുസരിച്ച് പിന്നെ വിഷ്ണുവേട്ടൻ എന്നെ ബലമായിട്ട് കൊണ്ടുപോകണമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു, അങ്ങനെ ആക്രമിക്കുകയായിരുന്നു വസുമതി അമ്മയെ, തുടർന്ന് ആക്രമിക്കുകയായിരുന്നു വിഷ്ണുവേട്ടൻ എന്ന് പ്രീതി പറയുകയാണ്. അന്നേരം പ്രീതി എന്ന് വിളിക്കുന്നുണ്ട് ശാലിനിയും. അത് കേട്ട പ്രീതിയുടെ സംസാരം കേട്ട് വസുമതിയും ചിത്രയുമൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അന്നേരം എക്സ്ക്യൂസ് മീ മാഡം, ഞാൻ അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ, പ്രീതിയുടെ ഹസ്ബൻഡാണ്, പിന്നെ ഈ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ വക്കീലാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അപ്പോൾ അമ്മയ്ക്കെതിരെയുള്ള കേസിൽ അമ്മയ്ക്കെതിരെ വാദിക്കാൻ പോകുന്നത് സ്വന്തം മകനാണല്ലേ, അതും ഭാര്യയും ഒക്കെ അമ്മയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അവരെ ഒന്ന് നോക്കിയിട്ട് യെസ് മാം എന്ന് അർജുൻ ശങ്കർ മറുപടി പറയുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, ഇതാകെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, എന്തൊക്കെ എവിടെയോ തകരാറുള്ളതുപോലെ, രണ്ടു കൂട്ടരും പറയുന്ന എന്തായാലും ഒരുപോലെ സത്യമാവില്ലല്ലോ എന്ന്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, ആ സംഭവത്തിന് ഞാനും സാക്ഷിയാണ്, എൻ്റെ ഭാര്യ പറഞ്ഞത് പകുതിയിൽ കൂടുതലും നുണയാണെന്ന്. തുടർന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അർജുൻ ശ്രീരഞ്ജിനിയോട് വിവരിക്കുകയാണ്. തുടർന്ന് എല്ലാം കേട്ട ശേഷം വിഷ്ണുവിന് ഇത് പറ്റിയ ഒരു ചെറിയ കൈയബദ്ധമല്ലേ, അല്ലാതെ മനഃപൂർവ്വം കൊല്ലാനായിട്ട് വന്നതും ഒന്നുമല്ലല്ലോ. അന്നേരം വീണ്ടും വസുമതി കയർക്കുകയാണ്, അങ്ങനെ ആര് പറഞ്ഞു, ഇവൻ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ തന്നെയാണ് വന്നത്, ബാക്കിയൊക്കെ ഞാൻ കോടതിയിൽ പറഞ്ഞോളാമെന്ന്. അന്നേരം ഷൗട്ട് ചെയ്തുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ശ്രീരഞ്ജിനി. ഏത് കോടതിയിലേക്ക് പോകാൻ വരട്ടെ, ഇവിടെ ശ്രീരഞ്ജിനിയുടെ മുൻപിൽ എല്ലാം തീർന്നിരിക്കണമെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തലയ്ക്ക് സാരമായ പരിക്കുണ്ടെന്നല്ലേ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് മാഡത്തിനെ കെട്ട് കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ വസുമതി ഒന്ന് തപ്പുകയാണ്. പെട്ടെന്ന് മിഷൻ ഹോസ്പിറ്റൽ എന്ന് ചിത്ര പറയുന്നുണ്ട്. അന്നേരം നുണ പറയാൻ അമ്മയേക്കാൾ മിടുക്കത്തി മോളാണല്ലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവായി, ബില്ലൊക്കെ കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. അന്നേരം ബില്ലൊന്നും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടില്ല എന്ന്
ശ്രീരഞ്ജിനിയോട് പറയുകയാണ്, അതൊക്കെ നിങ്ങൾ കോടതിയിൽ പോയാലും ഹാജരാക്കേണ്ടി വരും, പിന്നെ നിങ്ങളുടെ കയ്യിൽ ബില്ലില്ലെങ്കിലും ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ അതൊക്കെ കാണുമല്ലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം ആകെ ഒന്ന് പരുങ്ങുന്നുണ്ട് വസുമതിയും ചിത്രയും. അന്നേരം അതൊന്നും മനസ്സിൽ തട്ടി ചിരിക്കുകയാണ് അർജുനും വിഷ്ണുവും ഒക്കെ. തുടർന്ന് അവസാനം ശ്രീരഞ്ജിനി വസുമതിയുടെ തലയിലെ കെട്ടഴിക്കാൻ പറയുകയാണ്. അന്നേരം അതൊന്നും അഴിക്കാൻ പറ്റില്ല എന്ന് ചിത്ര പറയുന്നുണ്ട്. അന്നേരം അതെന്താ ഡോക്ടർ അഴിക്കല്ലെന്നാണ് പറഞ്ഞതെന്ന് ചിത്ര പറയുമ്പോൾ, ഡോക്ടറോട് ഞാൻ സമാധാനം പറഞ്ഞോളാം, ഇല്ലെങ്കിൽ നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, അങ്ങോട്ട് അഴിച്ചു കൊടുക്കുമെന്ന് ശ്രീരഞ്ജിനി ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, ചോര കണ്ട് അറപ്പ് മാറിയവളായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യം ഹോസ്പിറ്റലൈസ്ഡ് ആകുകയാണ് വേണ്ടതെന്ന്. വസുമതി കുഞ്ഞമ്മയെ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് പരുങ്ങി വസുമതി നിൽക്കുകയാണ്. തുടർന്ന് ചിത്ര വസുമതിയുടെ തലയിൽ കെട്ടഴിക്കുകയാണ്. അന്നേരം ഒരു പഞ്ഞ് മാത്രം നെറ്റിയിൽ ബാക്കിയാവുകയാണ് ബാക്കിയെല്ലാം അയച്ചതിന് ശേഷം. അന്നേരം ആ പഞ്ഞ് കൂടി എടുക്കണമെന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. തുടർന്ന് ആ പഞ്ഞി അങ്ങ് മാറ്റുമ്പോൾ ചെറിയൊരു അടയാളം മാത്രം. അന്നേരം തല കുനിച്ച് നിൽക്കുന്ന വസുമതിയുടെ മുഖം ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തിയിട്ട് ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, ഈ ഉറുമ്പ് കടിച്ചുള്ള മുറിവിന് ആയിട്ടാണോ നിങ്ങൾ വധശ്രമവുമായിട്ടുള്ള കേസിന് വന്നിരിക്കുന്നതെന്ന്. അന്നേരം വിഷ്ണുവും അർജുനനും ഒക്കെ അങ്ങ് വസുമതിയെ നോക്കി ജയിച്ച മട്ടിൽ നിൽക്കുന്നുണ്ട്. സത്യഭാമയും വസുമതി അങ്ങ് രൂക്ഷമായിട്ട് നോക്കുകയാണ്. അന്നേരം ചിത്ര ചോദിക്കുന്നുണ്ട്, മുറിവ് ചെറുതായതാണോ ഇപ്പോഴത്തെ പ്രശ്നം, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന്. അന്നേരം അത് ശ്രദ്ധിക്കാതെ ശ്രീരഞ്ജിനി സഹദേവനോട് പറയുന്നുണ്ട്, സഹദേവ ഈ കേസ് നിൽക്കില്ല, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവർ പിഴ എടുക്കേണ്ടി വരും, പിന്നെ കള്ളക്കേസ് എടുത്തതിന് തനിക്കും ചിലപ്പോൾ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടാമെന്ന്. അന്നേരം അത് മാഡം എന്നും പറഞ്ഞ് തപ്പി തടഞ്ഞ് വീണ്ടും സഹദേവന് നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുകയാണ്, വിഷ്ണുവിനെ ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കാനും ഈ CI സാറിന് കഴിയില്ല, വിഷ്ണുവിനുള്ള ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അന്നേരം ഈ സഹദേവൻ സാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ അമ്മ അത് കീറിക്കളഞ്ഞു എന്ന്. അന്നേരം സഹദേവന് നേരെ ചെന്നിട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്, ഡോ സഹദേവ, നേരത്തെ ക്ഷൗരം ചെയ്യാൻ ഞാൻ പോകാൻ പറഞ്ഞില്ലേ, അത് ഞാനങ്ങ് പിൻവലിച്ചിരിക്കുന്നു. ചെയ്യുന്ന ജോലി അതാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം, പിന്നെ കോടതിയിലുള്ള അനാദരവ് എല്ലാം താൻ ഈ ഫുൾ യൂണിഫോമിൽ നോക്കി നിന്നോ, തന്നെയൊക്കെ ആരാണോ പോലീസിലെടുത്തത്, പിന്നെ ഇതിനുള്ള മറുപടിയും പണിഷ്മെൻറ്റും ഒക്കെ ഞാൻ ഓഫീസിൽ എത്തിയിട്ട് അയച്ചു തരാം, വിഷ്ണുവിനെ ഇപ്പം തന്നെ റിലീസ് ചെയ്യണമെന്ന് ഓർഡർ ഇടുകയാണ് ശ്രീരഞ്ജിനി സഹദേവനോട്. എല്ലാം കേട്ട് നിന്ന് പ്രീതി പറയുകയാണ്, അങ്ങനെ എല്ലാം പറഞ്ഞു തീർത്ത് പിരിയാനായിട്ട് വരട്ടെ, എൻ്റെ കുഞ്ഞിനെ പായസത്തിൽ വിഷം ചേർത്ത് കൊന്ന കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവരൊക്കെ മാമിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം, പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല എങ്കിൽ മാഡത്തിന് മുകളിലും കസേരകളുണ്ടല്ലോ, ഞാൻ അവിടേക്ക് പോകും, ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് പ്രീതി ശ്രീരഞ്ജിനിയോട് പറയുകയാണ്. അവർക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രീതി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം ശ്രീരഞ്ജിനെ സഹദേവനോട് ചോദിക്കുന്നുണ്ട്, സത്യഭാമയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ അതുടനെ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം വസുമതിക്കും ചിത്രയ്ക്കും ഒക്കെ അങ്ങ് സന്തോഷമാകുമ്പോൾ ശാലിനിയും വിഷ്ണുവിനും അർജുനും ഒക്കെ സങ്കടമാവുകയാണ്. അന്നേരം തുടർന്ന് ശാലിനി പറയുകയാണ്, മാഡം ഒരു നിമിഷം, പ്രീതിയുടെയും അർജുനേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് കഴിച്ച പായസത്തിൽ വിഷമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ഇവിടെയുണ്ട്, ഒരാൾ പുറത്ത് നിൽപ്പുണ്ട്, അതിനെക്കൂടി അകത്തേക്ക് കയറാനായിട്ട് മാഡം അനുവദിക്കണമെന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾമാരുടെ കൂടെ സുസ്മിതയും അകത്തേക്ക് വരികയാണ്. തുടർന്ന് ആകെ പേടിച്ച് നിൽക്കുകയാണ് സുസ്മിത ശ്രീരഞ്ജിനിയെ കണ്ടിട്ട്. ഇത്രയുമാകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ശ്രീരഞ്ജിനിയുടെ ചോദ്യം ചെയ്യലിൽ സുസ്മിത മറുപടി പറയുമോ അതോ ഇനി കേസ് മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.